കൂടുതൽ വൈദ്യുതി വാങ്ങാൻ KSEBക്ക് അനുമതി 250 മെഗാവാട്ട് വീതം വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു. ഓരോ ആഴ്ചയും ലഭ്യമായ വൈദ്യുതിയും അതിന്റെ നിരക്കും കമ്മീഷനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, നേരത്തെ തന്നെ KSEB ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, പക്ഷേ അന്ന് ചില രേഖകളൊക്കെ ഹാജരാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള ഒരു സാഹചര്യം? സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ശമനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം KSEB രൂക്ഷമായിട്ടുള്ള ഈ വൈദ്യുതി പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഹ്രസ്വകാലത്തേക്ക് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ അനുമതി തേടി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചത്. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു തീരുമാനം. പക്ഷേ 24-ാം തീയതി കമ്മീഷൻ ഈ പെറ്റീഷൻ പരിഗണിക്കുന്ന സമയത്ത് മതിയായിട്ടുള്ള രേഖകളോ വിവരങ്ങളോ KSEB സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞ് അനുമതി നൽകിയിരുന്നില്ല. അതിലാണ് ഇപ്പോ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത്. മെയ് 15 വരെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്ന സമയം വരെ ഈ 250 മെഗാവാട്ട് താഴെ വൈദ്യുതി വാങ്ങാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. പരമാവധി 10 താഴെ ആയിരിക്കണം ഈ യൂണിറ്റിന് ഈ വൈദ്യുതി വാങ്ങേണ്ട എന്നുള്ള കാര്യം കൂടി കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ വൈദ്യുതി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ എത്ര വൈദ്യുതി ഓരോ ദിവസവും വാങ്ങി അതിന്റെ നിരക്ക് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും വിശദമായിട്ട് കമ്മീഷൻ അറിയിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ നടത്തിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സനൂപ്, നിലവിൽ 250 മെഗാവാട്ട് വീതം വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിക്കുമ്പോൾ നിലവിലുള്ള ഒരു പ്രതിസന്ധിക്ക് അത് പരിഹാരമാകുമോ? നിലവിൽ 250 മെഗാവാട്ട് വൈദ്യുതി കൊണ്ട് പ്രതിസന്ധിക്ക് ആയം ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ തന്നെ 600 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ കുറവ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്നതിൽ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ വേണ്ട ഒരു പ്രയാസവുമുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ചൂട് വർദ്ധിക്കുന്നതിനാൽ അവിടെയും വൈദ്യുതി ലഭ്യത കുറവാണ്. അതുകൊണ്ട് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിലും ഒരു തർക്കമുണ്ട്. എന്നാൽ പോലും ഒരു ചെറിയ ആശ്വാസം തന്നെയാണ് KSEBക്ക് ഈ 250 മെഗാവാട്ട് വൈദ്യുതി കിട്ടുന്നതിലൂടെ ലഭ്യമാവുക. കാരണം ഇപ്പോൾ പീക്ക് സമയത്തെ ആവശ്യകതയ്ക്ക് വേണ്ടി വൈദ്യുതി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ KSEB അഭ്യർത്ഥിച്ചിട്ടുള്ളത് ജനങ്ങളോട് തന്നെയാണ്. 6 മണി മുതൽ രാത്രി 12 മണി വരെ പരമാവധി ഈ ഉയർന്ന വൈദ്യുതി എടുക്കുന്ന ഉപകരണങ്ങൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം, ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും തരണം ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ തന്നെ വേനൽമഴ ലഭിക്കും. അപ്പോഴേക്കും ചൂടിന് ശമനം ഉണ്ടാകുമെന്നാണ് നിലവിൽ KSEB കരുതുന്നത്. ശരി, കൂടുതൽ വൈദ്യുതി വാങ്ങാൻ KSEBക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ്. 250 മെഗാവാട്ട് വീതം വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. RB സനൂപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.